കേരള കോൺഗ്രസ് ബി നേതാവും നിലവിലെ ഗതാഗത മന്ത്രിയുമായ കെ ഗണേഷ് കുമാർ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലമായിട്ട് ചില വിവാദങ്ങളിലുമൊക്കെ ചെന്ന് പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ചാണ്ടിയുമ്മൻ MLA പത്തനാപുരത്ത് വച്ച് ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കവേ ഗണേഷ് കുമാറിനെതിരെ അതിഗുരുതരമായ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് തന്റെ പിതാവ് മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സ്ത്രീ പീഡന കേസിൽ പെടുത്തിയതിന് പിന്നിൽ ഗണേഷ് കുമാറിന്റെ ഗൂഢാലോചനയുണ്ട്. ഗണേഷ് കുമാറാണ് അതിന് നേതൃത്വം നൽകിയത്. ഒരു മകനെ പോലെ ഉമ്മൻചാണ്ടി സ്നേഹിച്ചയാളായിരുന്നു ഗണേഷ് കുമാർ. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഗണേഷ് കുമാർ തന്റെ പിതാവിനെ ചതിച്ചു എന്നാണ് ചാണ്ടി ഉമ്മൻ അന്ന് ആ വേദിയിൽ പറഞ്ഞത്. എന്നാൽ തൊട്ടു പിന്നാലെ ഉമ്മൻചാണ്ടിയെ വളരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഗണേഷ് കുമാർ നടത്തിയത്. ഗണേഷ് കുമാർ പറഞ്ഞത് തന്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണ്, തന്റെ ദാമ്പത്യ ജീവിതം തകർത്തത് ഉമ്മൻചാണ്ടിയാണ്, തന്നെയും മക്കളെയും തമ്മിൽ വേർപിരിച്ചത് ഉമ്മൻചാണ്ടിയാണ്, ദാമ്പത്യ പ്രശ്നം പറഞ്ഞു പരിഹരിക്കാം എന്ന് പറഞ്ഞ് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് വന്ന ഉമ്മൻചാണ്ടി ഒടുവിൽ തന്നെയും ഭാര്യയെയും മക്കളെയും ഒക്കെ തന്നെ വേർപിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. തന്നെ തകർത്തത് ഉമ്മൻചാണ്ടിയാണ്, തന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഉറഞ്ഞു തുള്ളുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ആ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യം അറിയാവുന്ന അന്നത്തെ 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്ന ഷിബു ബേബി ജോൺ, ഒപ്പം തന്നെ KC ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ രംഗത്ത് വന്നുകൊണ്ട് ഗണേഷിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഗണേഷ് ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ പറയണം, അദ്ദേഹം മനസാക്ഷിയോട് ചോദിച്ചിട്ട് വേണം ഇത്തരത്തിൽ പ്രതികരിക്കാൻ, ഉമ്മൻചാണ്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈ നേതാക്കളൊക്കെ തന്നെ അന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നീട് അടുത്തിടയ്ക്കാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഈ കത്തുമായി ബന്ധപ്പെട്ടുള്ള സോളാർ കേസിലെ വിവാദ നായികയുടെ കത്ത്, അതിനകത്ത് കൂടുതൽ പേജുകൾ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ ഗണേഷ് കുമാറും സോളാർ വിവാദ നായികയുമാണ് പ്രതികൾ. ആ വിഷയത്തിൽ ഗണേഷ് കുമാറിനെതിരെ ഗണേഷിന്റെ മുൻ സ്റ്റാഫായിരുന്ന ഒരു ആൾ ഗണേഷിനെതിരെ മൊഴി കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കൊട്ടാരക്കര കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നത്. സുധീർ മലയിൽ എന്ന് പറയുന്ന 2011 മുതൽ 2013 വരെ ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കെ തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന വ്യക്തിയാണ് ഈ സുധീർ മലയിൽ എന്ന് പറയുന്നയാള്. ആ സുധീർ മലയിലാണ് ഗണേഷിനെതിരെ കോടതിയിൽ മൊഴി കൊടുത്തത്. അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തില് ഗൂഢാലോചന നടത്തിയത് ഗണേഷ് കുമാറാണ്, ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് ഗണേഷ് കുമാറാണ്. ആ പേജ് ജയിലിൽ നിന്നും ഈ സോളാർ വിവാദ നായിക എഴുതിയ കത്ത് ആദ്യം 18 പേജ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 4 പേജുകൾ വർദ്ധിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിന് പിന്നിൽ ഗണേഷ് കുമാർ തന്നെയാണ് എന്ന് ഈ സുധീർ മലയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിന് പറയുന്ന കാരണം 2013 ചില കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം ഭാര്യ തന്നെ കൊടുത്ത പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു. പിന്നീട് തനിക്ക് മന്ത്രിസ്ഥാനം തന്നില്ല. അതിൽ ഗണേഷ് കുമാറിന് ഉമ്മൻചാണ്ടിയോട് പകയുണ്ടായിരുന്നു. അന്ന് തന്നെ പറയുമായിരുന്നു, ഗണേഷ് കുമാർ തങ്ങളോട് പറയുമായിരുന്നു ഉമ്മൻചാണ്ടിയെ പെണ്ണുകേസിൽ പെടുത്തും, അവരെയൊക്കെ തന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഫലമാണ് ഉമ്മൻചാണ്ടിയെ ഇതുപോലെ ആരും വിശ്വസിക്കാത്ത ഒരു ലൈംഗിക പീഡന കേസിൽ പെടുത്തിയത് എന്നാണ് സുധീർ മലയിൽ കോടതിയിൽ മൊഴി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശനവുമായിട്ട് ഒരു വ്യക്തി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള ഉഷ മോഹൻദാസ് ആണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറയുന്നത്. അവർ ആ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സത്യാവസ്ഥ മുഴുവൻ തനിക്കറിയാം. അതായത് ആ സോളാർ വിവാദ നായിക ജയിലിൽ വെച്ച് എഴുതിയ കത്ത്, അത് 18 പേജ് മാത്രമായിരുന്നു. ആ കത്ത് തന്റെ പിതാവായിരുന്ന R ബാലകൃഷ്ണപിള്ളയുടെ കൈവശം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് വീട്ടിൽ വെച്ച് വായിക്കുന്നതുൾപ്പെടെ താൻ കേട്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ ആ കത്ത് വായിച്ചിട്ട് ഉമ്മൻചാണ്ടിക്ക് ഈ വിഷയത്തിൽ ഈ കേസിൽ യാതൊരു പങ്കുമില്ല, ഉമ്മൻചാണ്ടിയുടെ പേര് ഇതിനകത്ത് പ്രതിപാദിക്കുന്നതേ ഇല്ല എന്ന് R ബാലകൃഷ്ണപിള്ള അവിടെ വെച്ച് തന്നെ തങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ ഉഷ മോഹൻദാസ് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അങ്ങനെ ആ ഒരു മൊഴി R ബാലകൃഷ്ണപിള്ള CBIക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് CBI അന്വേഷിച്ചപ്പോൾ CBIക്കും കൊടുത്തിട്ടുണ്ട്. കാരണം ഒറിജിനൽ കത്ത് വായിച്ച ചുരുക്കം ചിലരിൽ ഒരാളാണ് R ബാലകൃഷ്ണപിള്ള. അദ്ദേഹം ആ സത്യാവസ്ഥ CBIക്ക് മൊഴിയായിട്ട് നൽകിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേര് ആ കത്തിൽ ആദ്യത്തെ കത്തിൽ ഇല്ലായിരുന്നു എന്ന സത്യം R ബാലകൃഷ്ണപിള്ള CBIക്ക് മുന്നിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഉഷ മോഹൻദാസ് പുറത്തു പറയുന്നത്. അതായത് ഉമ്മൻചാണ്ടിയുടെ പേര് അതിനകത്ത് ഉണ്ടായിരുന്നില്ല, ആദ്യം പുറത്തു വന്ന കത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് എഴുതി ചേർക്കപ്പെട്ട 4 പേജിലാണ് ഉമ്മൻചാണ്ടിയുടെ പേര് വരുന്നത്. അത് വലിയൊരു ഗൂഢാലോചനയാണ് എന്ന് ഉഷ മോഹൻദാസ് പറയുകയാണ്. അതിന് പിന്നെ വലിയൊരു ഗൂഢാലോചനയുണ്ട്. അതിനകത്ത് ഗണേഷ് കുമാറിന് പങ്കുണ്ടോ എന്നുള്ളത് പറയാൻ താൻ ഇപ്പോൾ പറ്റുന്ന കാര്യമല്ല. കാരണം ഇത് കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇതിൽ കൂടുതൽ ഒരു പ്രതികരണം നടത്താൻ താൻ തയ്യാറല്ല. പക്ഷേ
ഉമ്മൻചാണ്ടിയുടെ പേര് ആദ്യത്തെ കത്തിലില്ലായിരുന്നു. അത് ആ വീട്ടിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ അന്ന് ആ കുടുംബത്തിലുള്ളായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തനിക്ക് പൂർണ്ണമായിട്ടും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ സത്യാവസ്ഥ മുഴുവൻ തനിക്ക് അറിയാവുന്ന കാര്യമാണ്. തന്റെ പിതാവ് അന്ന് ഈ കത്ത് വായിച്ച് വീട്ടിലുൾപ്പെടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ പേര് അതിനകത്തില്ലായിരുന്നു, പിന്നീട് എഴുതി ചേർക്കപ്പെട്ടതാണ് ഉമ്മൻചാണ്ടിയുടെ പേര്. അതിൽ ഒരു ഗൂഢാലോചനയുണ്ട്, അതിന്റെ സത്യം തെളിയട്ടെ എന്ന് ഈ ഉഷാ മോഹൻദാസ് ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ ഗണേഷ് കുമാർ നടത്തിയ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞ തന്റെ കുടുംബം ഉമ്മൻചാണ്ടി തകർത്തു എന്ന് പറയുന്ന വിഷയത്തിലാണ്. അതിലും അവർ ഗണേഷിന്റെ ആ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. ഗണേഷ് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഉമ്മൻചാണ്ടി അന്ന് ആ കുടുംബത്തെ അവരുടെ ബന്ധത്തെ അത് വിളക്കി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിയത്. നമുക്കറിയാം 2013 ആദ്യം ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യയായിട്ടുള്ള യാമിനി തങ്കച്ചി തനിക്ക് ക്രൂരമായിട്ടുള്ള പീഡനം നേരിടേണ്ടി വരുന്നുണ്ട്. മന്ത്രിയായ ഭർത്താവ് തന്നെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കുന്നു, തന്നെ വലിയ രീതിയിൽ ആക്രമിക്കുന്നുണ്ട്, മർദ്ദിക്കുന്നുണ്ട്, പീഡിപ്പിക്കുന്നുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം പീഡിപ്പിക്കുന്നുണ്ട് എന്ന ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ പറയുകയും ഉമ്മൻചാണ്ടിയും ഒക്കെ തന്നെ ഇക്കാര്യം അറിയിക്കുകയും എല്ലാം ചെയ്തു. ആ സമയത്ത് ഉമ്മൻചാണ്ടി ഇടപെട്ടുകൊണ്ടാണ് ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ നോക്കുന്നത്. മാത്രവുമല്ല, യാമിനി തങ്കച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അത് സ്ത്രീ പീഡനമാണ്, ഗാർഹിക പീഡനമാണ്, അത് വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ്. ആ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടൊരു കേസെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതായി പോകും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി ആ വിഷയത്തിൽ ഇടപെട്ട് യാമിനി തങ്കച്ചിയുമായിട്ട് സംസാരിച്ച കേസിൽ നിന്നും അവരെ പിന്മാറ്റുന്നു. പിന്നീട് അത് രമ്യമായിട്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് യാമിനി തങ്കച്ചി ഉറച്ച നിലപാട് സ്വീകരിച്ചതോടുകൂടി അത് ആ ഒരു വഴി അടയുകയായിരുന്നു. പിന്നീട് അവർ വേർപിരിയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ വിഷയത്തിലും ഗണേഷ് കുമാർ പറഞ്ഞത് അങ്ങേയറ്റം ശുദ്ധ നുണയാണ്. ഉമ്മൻചാണ്ടി അവരെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അവരുടെ കുടുംബ ബന്ധം തകർന്നതിൽ ഉമ്മൻചാണ്ടിക്ക് യാതൊരു പങ്കുമില്ല. അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എടുത്ത നിലപാട് കൊണ്ടാണ് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം അന്ന് തകരാതെ പോയത് എന്നാണ് സഹോദരി കൂടിയായ ഉഷാ മോഹൻദാസ് പറയുന്നത്. അതുതന്നെയാണ് നേരത്തെ ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അന്ന് ഷിബു ബേബി ജോൺ ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ആ സമയത്ത് ആ വിഷയത്തിൽ ഉമ്മൻചാണ്ടി ഒരുപക്ഷെ ഈ ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട് നിയോഗിച്ച ഒരാൾ കൂടിയായിരുന്നു ഷിബു ബേബി ജോൺ. അദ്ദേഹമാണ് ഈ വിഷയങ്ങളിൽ നേരിട്ട് ചർച്ചകളൊക്കെ നടത്തുകയും ഇക്കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ടും അറിവുള്ള ഒരു വ്യക്തി കൂടിയാണ് ഷിബു. അദ്ദേഹവും അക്കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ വലിയൊരു ഗൂഢാലോചന സ്ത്രീ പീഡന കേസിൽ നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബം തകർത്ത് ഉമ്മൻചാണ്ടിയാണെന്ന ആരോപണം, അതും ഈ പറയുന്ന പോലെ സഹോദരി ഉഷാ മോഹൻദാസ് തള്ളിക്കളയുകയാണ്. അങ്ങനെ കുടുംബത്തിൽ നിന്ന് തന്നെ ഗണേഷ് കുമാറിനെതിരെ എതിർ ശബ്ദം ഉയരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ പറയുന്നത് ഒരുപക്ഷെ ആ സമയത്തെ ഒരു ടെൻഷനും സമ്മർദ്ദവും ഒക്കെ കൊണ്ട് മുൻപിൻ നോക്കാതെ ആലോചിക്കാതെ പറഞ്ഞ ചില പ്രതികരണങ്ങളായിരിക്കാം ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. അതിനകത്ത് യാതൊരു സത്യവുമില്ല എന്നാണ് ഉഷാ മോഹൻദാസ് പറയുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയ നേതാവിനെ ക്രൂശിക്കുകയായിരുന്നു. അദ്ദേഹത്തെ മരണത്തിന് ശേഷവും അധിക്ഷേപിക്കുന്ന നിലപാടാണ് ഈ ഗണേഷ് കുമാർ സ്വീകരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഒപ്പം തന്നെ ഉഷാ മോഹൻദാസ് അവരുടെ മുൻപ് അദ്ദേഹത്തിന്റെ തന്റെ പിതാവ് ആർ ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പം നിന്ന പാർട്ടി പ്രവർത്തകരുമെല്ലാം ഇപ്പോൾ ഗണേഷുമായിട്ട് തെറ്റി നിൽക്കുകയാണ്. അവരൊക്കെ തന്നെ LDF-ഉമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. അത്തരമൊരു മാനസികാവസ്ഥയിലാണ് തങ്ങൾ കോൺഗ്രസിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് തങ്ങൾ എത്തി എന്നുള്ള ഒരു കാര്യം കൂടി അവര് ആ അഭിമുഖത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും താൻ ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് വന്നിരുന്നെങ്കിൽ കൊട്ടാരക്കര സീറ്റിൽ മത്സരിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്നവർ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ അതിനുള്ള സാധ്യത അടഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ ഐഷ പൂറ്റി കോൺഗ്രസിലേക്ക് എത്തിയതോടുകൂടി കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ അവരെ 1ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം മറ്റൊരു മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ താനില്ല എന്നും ഉഷാ മോഹൻദാസ് പറയുന്നു. മാത്രവുമല്ല, നമുക്കറിയാം നേരത്തെ ഈ ഉഷാ മോഹൻദാസും ഗണേഷ് കുമാറും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളും അത് പോരും അവരുടെ തമ്മിലുള്ള തർക്കങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ കോടതിയിൽ നിയമവ്യവഹാരമായിട്ട് നടക്കുകയാണ്. അത് സ്വത്ത് തർക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2.5 വർഷം കഴിയുമ്പോൾ ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം തടയുന്ന ഒരു ഘട്ടം വരെ എത്തിയിരുന്നു ഈ കേസ്. കാരണം അന്ന് ഉഷാ മോഹൻദാസ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് പോലും പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഒരു കേസുണ്ട്, അതുകൊണ്ട് മന്ത്രിസ്ഥാനം കൊടുക്കരുത് എന്ന ഒരു അഭിപ്രായം അവർ ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം വൈകിയത് തന്നെ. എന്തായാലും ആ കേസിൽ അവർ നടത്തുന്ന പ്രതികരണം, താൻ ഒരു സെറ്റിൽമെന്റിന് തയ്യാറായിരുന്നു,
ധാരാളം പ്രോപ്പർട്ടി തൻ്റെ പിതാവിൻ്റെ വകയായിട്ട് ധാരാളം സ്വത്തുക്കളുണ്ട്. അത് ഏറിയ പങ്കും ഗണേഷ് കുമാർ എടുത്തു, ബാക്കിയുള്ളത് മറ്റൊരു സഹോദരി എടുത്തു. തനിക്ക് 2 പ്ലോട്ടുകൾ മാത്രം, 2 വസ്തുക്കൾ മാത്രം നൽകണമെന്നൊരാവശ്യമാണ് താൻ ഉന്നയിച്ചത് ഒരു ചർച്ചയിൽ. എന്നാൽ അതിന് ഗണേഷ് കുമാർ തയ്യാറായില്ല. അങ്ങനെയാണ് ആ ചർച്ച അലസിപ്പിരിഞ്ഞത്. പിന്നീട് അത് നിയമ പോരാട്ടത്തിലേക്ക് പോയത് അങ്ങനെയാണ് എന്ന് അവർ പറയുന്നുണ്ട്. അതേസമയം ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ പറഞ്ഞു പരത്തുന്നത് തൻ്റെ സഹോദരി ഈ പറയുന്ന പോലെ ഒരു ചർച്ചയ്ക്ക് എത്തിയിട്ട് അതിൽ അവര് ശാഠ്യം പിടിച്ചത് കൊണ്ടാണ് ചർച്ച വഴിമുടങ്ങിപ്പോയത്, അല്ലെങ്കിൽ ആ ചർച്ച പരാജയപ്പെട്ടത് എന്നാണ് ഗണേഷ് കുമാർ ഇപ്പോൾ പറഞ്ഞു വരുത്തുന്നത്. എന്തായാലും ആ വിഷയത്തിൽ കേസ് നടക്കുകയാണ്. അത് നിയമത്തിന് വഴിക്ക് പോകട്ടെ എന്ന് ഉഷാ മോഹൻദാസ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഗണേഷ് കുമാറിന് കുടുംബത്തിൽ നിന്ന് തന്നെ വലിയ രീതിയിലൊരു മറുപടി വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള 2 വിഷയങ്ങളിൽ അതിൽ ഗണേഷ് കുമാറിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു വ്യക്തി വന്ന് വ്യക്തത വരുത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗണേഷ് കുമാറിന്റെ കുടുംബം തകർത്തതിൽ ഉമ്മൻചാണ്ടിക്ക് യാതൊരു പങ്കുമില്ല. അവരുടെ കുടുംബ ബന്ധം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉമ്മൻചാണ്ടി ഇടപെട്ടത്. അതിൽ മുൻ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചിയുടെ കർക്കശ്യമായിട്ടുള്ള നിലപാടാണ് ബന്ധം പിരിയുന്നതിലേക്ക് എത്തിയത് എന്നവർ പറയുന്നു. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയെ സോളാർ വിവാദ നായികയോ പറഞ്ഞ ലൈംഗിക പീഡന കേസിൽ പെടുത്തിയത് അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ആദ്യം എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരേ ഇല്ലായിരുന്നു. അത് പിന്നീട് എഴുതി ചേർത്ത് 4 പേജുകളാണ് ഉമ്മൻചാണ്ടിയുടെ പേര് വന്നത്. ആ കത്തിലാണ്, ആ പേജിലാണ് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ലൈംഗികാരോപണം ഉന്നയിക്കുന്നത്. അതിലും ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആർ ബാലകൃഷ്ണപിള്ളയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഒരു വിശ്വാസ്യത കൈവരിക്കുകയാണ്. കാരണം അന്ന് ആ കത്തുകൾ, 2 കത്തും, ആദ്യത്തെ ഒറിജിനൽ കത്തും പിന്നീട് കൂട്ടിച്ചേർത്ത കത്തും വായിച്ചിട്ടുള്ള അത് കൈവശം വെച്ച ഒരു വ്യക്തിയാണ് ആർ ബാലകൃഷ്ണപിള്ള എന്നതുകൊണ്ട് തന്നെ അന്ന് അക്കാലത്ത് അതൊക്കെ തന്നെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഉഷാ മോഹൻദാസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ വളരെ നിർണായകമാണ്.